എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മാസ്റ്ററിലേക്ക് സ്വാഗതം. രേവതി നക്ഷത്രക്കാർക്ക് ഏപ്രിൽ 2026 ഈ മാസം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. രേവതി നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ 2026 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഫൂൾ കാർഡ് ആണ്. അതിനുശേഷം നൈറ്റ് ഓഫ് സോഡ്സ് എനർജി, മൂൺ കാർഡ്, 9 of swords energy, king of pentacles, knight of pentacles energy connection. So ആദ്യം തന്നെ ഫുൾ എനർജി, കിങ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻ. നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് സ്വയമേ ഉള്ളൊരു വിശ്വാസക്കുറവ്, അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ ഉള്ളൊരു വിശ്വാസക്കുറവ് മാറി കുറച്ചുകൂടി കോൺഫിഡൻസ് മൈൻഡിൽ വരുന്ന ഒരു സമയമാണ്. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് നേർന്നൊരു സമയമായിരിക്കും ഈ ഒരു മാസം. പലപ്പോഴും ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇനീഷ്യേറ്റീവ് എടുത്ത് മുന്നേറണമെന്ന് ആഗ്രഹം ഉണ്ടാവും. നിങ്ങൾ അതിനുവേണ്ട സ്റ്റെപ്സ് എടുക്കുന്നില്ല എങ്കിൽ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാം നിങ്ങളിപ്പോൾ റെഡി അല്ല, ഇനിയും കുറച്ചും കൂടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഇനിയും വെയിറ്റ് ചെയ്യേണ്ടുന്ന സിറ്റുവേഷൻ ഉണ്ട്, പലതും ക്ലിയർ അല്ല എന്നൊക്കെ മനസ്സിലുണ്ട് എങ്കിൽ ഒരു പരിധി വരെ ഒരു 60% ക്ലാരിറ്റി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്റ്റാർട്ട് ചെയ്യാം. സോ മുഴുവനായിട്ടെല്ലാം പൂർണ്ണമായിട്ടും റെഡി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഒരിക്കലും അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവില്ല. സോ യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊരു സമയമാണ്. പ്രപഞ്ചശക്തി നിങ്ങളോട് കൂടെ നിൽക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക, അതിൽ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോവുക. പുതിയൊരു ന്യൂ ബിഗിനിങ് ആണ് ഇവിടെ കാണിക്കുന്നത്. പുതിയ പല കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ, മനസ്സിലാക്കാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ചോയ്സസ്, തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന ഒരു സമയമാണ്. പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം. ഈ എങ്ങനെയുള്ള പല തീരുമാനങ്ങളും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഇമ്പൾസീവായിട്ട് ധൃതി പിടിച്ച തീരുമാനങ്ങൾ, നമ്മൾ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുള്ളൂ. അങ്ങനെ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യാതെ പെട്ടെന്ന് ധൃതി പിടിച്ച തീരുമാനങ്ങൾ എടുക്കാതിരുന്നാൽ മാത്രം മതി. പക്ഷേ അതേസമയം തന്നെ ഒരു തീരുമാനം എടുക്കാതെ, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കണം എന്നുണ്ട്, പക്ഷെ അതിലേക്ക് ഒന്നിനൊരു പൂർണ്ണത ആയിട്ടില്ല, ഒരു പെർഫെക്ഷനിസ്റ്റ് ആയിട്ട് മുന്നോട്ടേക്ക് പോകാൽ അത് കാര്യങ്ങളൊന്നും അത്രയും പൂർണ്ണതയൊന്നും എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തീരുമാനം എടുക്കുക. അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം പറയുകയാണെങ്കിൽ നൈറ്റ് ഓഫ് സോഡ്സ് ആൻഡ് 9 of swords എനർജി കണക്ഷൻസ് ആണ്. ഇവിടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നാട്ടിൽ തന്നെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കുന്നവരായിരിക്കും. അപ്പോൾ നാട്ടിൽ നിന്ന് ഒത്തിരി മാറി അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് അകന്ന് നിൽക്കുന്നു. മറ്റൊരു ദേശം, വ്യത്യസ്തമായിട്ടുള്ള ഭാഷ, കാഴ്ചകൾ, ആളുകൾ, കൾച്ചർ, അതേപോലെ അങ്ങനെ പല പല സിറ്റുവേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ലൈഫിൽ അങ്ങനെ ചില ഒറ്റപ്പെടലുകളോ അല്ലെങ്കിൽ ഹോം സിക്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു സമയമായിരിക്കാം ഈ ഒരു മാസം. അപ്പോൾ കുറച്ച് നിങ്ങൾക്ക് പറ്റുന്ന സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കൾച്ചർ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആകുമ്പോൾ ഒന്നുകിൽ മലയാളീസ്, അല്ലെങ്കിൽ നിങ്ങളുടെ എവിടെയാണോ ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ മലയാളീസ് ആയിട്ടുള്ള സൗഹൃദങ്ങൾ കണ്ടെത്താനോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കാനുള്ള അവസരമുള്ള രാജ്യമാണ് എങ്കിൽ വിദേശത്താണെങ്കിൽ പ്രത്യേകിച്ച്, അല്ലെങ്കിൽ ഫുഡ് അങ്ങനത്തെ കേരള ഫുഡ് കഴിക്കുന്ന ശ്രമിക്കുന്നതൊക്കെ നിങ്ങൾ ഹെൽപ്ഫുള്ളായിരിക്കും ഒരു പരിധി വരെ. ഒരു ഹോം സിക്നെസ് ഒഴിവാക്കാൻ, കാരണം പെട്ടെന്ന് നാട്ടിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല, ആയിരിക്കില്ല പലരെയും സംബന്ധിച്ചിടത്തോളം, പല കാരണങ്ങൾ കൊണ്ടിട്ടും. പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഇപ്പോഴത്തെ എനർജി പല തരത്തിലുള്ള സ്ട്രെസ്സ് കാണിക്കുന്നുണ്ട് ചില ആളുകളിൽ. ഇപ്പം യുദ്ധത്തിൻ്റെയും മറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സിറ്റുവേഷൻ, ഇപ്പോൾ അറബ് കൺട്രീസിലൊക്കെ ജീവിക്കുന്നവരാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മനസ്സിന് ഒത്തിരി സംഘർഷങ്ങൾ, ഇപ്പോൾ ജോബുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ജോബ് നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചിന്തകൾ കാണുന്നുണ്ട്. അപ്പോൾ ജോബ് ഇങ്ങനെ നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻസ് അങ്ങനെ അധികം കാണിക്കുന്നില്ല, ചാൻസസ് കുറവാണ്. എന്നിരുന്നാലും നിങ്ങളുടെ ഉള്ളിലുള്ളൊരു ടെൻഷൻ, സിറ്റുവേഷൻസ്, ചുറ്റുപാടുമുള്ള അവസ്ഥ, അതൊക്കെ കൂടിച്ചേർത്ത് എപ്പോഴും ഒരു ടെൻഷൻ, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിന്, നെഗറ്റിവിറ്റീസ്, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടും, അല്ലെങ്കിൽ പല പല നഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകുമ്പോൾ, നിങ്ങളുടെ പ്രൊഫഷണലോ പേഴ്സണൽ ലൈഫിൽ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ എന്നൊക്കെയുള്ളൊരു ചിന്ത, അനാവശ്യമായിട്ടുള്ള ടെൻഷൻസൊക്കെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിറ്റുവേഷൻ പറയുന്നതായിട്ട്. പിന്നെ
പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാർ കൂടുതൽ സമയം ഒറ്റയ്ക്ക് വീട്ടിൽ ചിലവഴിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു ഒറ്റപ്പെടൽ കൂടുതൽ ഫീൽ ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ ഒന്ന് ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക, സോഷ്യലി ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അതായത് ഒന്ന് വോക്കിങ്ങിനൊക്കെ പോവുക, അതൊന്ന് ശാരീരികമായിട്ട് ആക്റ്റീവ് ആവുകയും അതേപോലെ ഇത് ഒന്ന് നടക്കാൻ പോകുമ്പോൾ വഴിയിൽ വെച്ച് ആരെങ്കിലുമൊക്കെ കാണുന്ന അവരോട് സംസാരിക്കാൻ, പരിചയക്കാരെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ആരെങ്കിലും, അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഇതുപോലെയുള്ള പള്ളിയിലോ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥലങ്ങൾ അതുപോലെയുള്ള ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ലൈബ്രറിയിൽ പോയിരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ആരോടെങ്കിലുമൊക്കെ സംസാരിക്കാൻ എല്ലാ ദിവസവും കുറച്ചെങ്കിലും ആരോടെങ്കിലും എവിടെയെങ്കിലും വെച്ച് സംസാരിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നത് ആ ഒരു എനർജി. അതേപോലെ തന്നെ ഹൈ പ്രീസ്റ്റസ് എനർജി കണക്ഷൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവൻ്റെ ഈ ഒരു കാർഡ്സിൽ ആ ഒരു എനർജി ഇല്ലെങ്കിലും നിങ്ങൾ കുറച്ചധികം ഇപ്പോൾ ഒറ്റപ്പെടൽ സിറ്റുവേഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒറ്റപ്പെടലും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങളൊരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള ഇത് നിങ്ങൾക്ക് ഒരു അരമണിക്കൂറൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന നിങ്ങളായിട്ട് സമയം ചിലവഴിക്കുന്നുണ്ട്. അത് നല്ലതായിട്ടാണ് കാണുന്നത്. അത് അരമണിക്കൂർ ആ ഒരു ടൈം, അതല്ലാതെ ഫുൾ ടൈം ഒറ്റയ്ക്ക് ഇരിക്കുക അല്ലെങ്കിൽ അതൊരു ഏകാന്തതയായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങുന്നു എങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം കുറച്ചുകൂടി ആക്റ്റീവ് ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നൈറ്റ് ഓഫ് സോഡ്സ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. പുതിയൊരു തുടക്കം, ജോലി സംബന്ധമായിട്ട്, വിദ്യാഭ്യാസ സംബന്ധമായിട്ട്, സാമ്പത്തികം ഇത്യാദി കാര്യങ്ങളിൽ പുതിയ തുടക്കം കാണിക്കുന്നുണ്ട്. ഇവിടെ മെയിനായിട്ട് റിട്ടയറായ ആളുകൾ, പ്രായമായിട്ടുള്ളവർ, നിങ്ങൾ ഇതുവരെ ഇപ്പോൾ ജോലിയൊക്കെ ഇനിയിപ്പോൾ റിട്ടയർ ആയതിനു ശേഷം പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നൊക്കെയുള്ള ചിന്ത അലട്ടുന്നവരെ സംബന്ധിച്ച് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സോ വീണ്ടും ഒരു സാമ്പത്തികമായിട്ട് മറ്റൊരു വരുമാനം ഉണ്ടാകുന്ന, ആക്റ്റീവായിട്ട് ഇരിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ ഒക്കെ പറ്റുന്ന തരത്തിൽ എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ യാത്രകൾ ചെയ്യുന്നതായിട്ട് സൂചിപ്പിക്കുന്നു. വിദേശ യാത്രകളാവും, ഇപ്പോൾ മക്കളൊക്കെ വിദേശത്തുള്ളവരായിരിക്കും, മറ്റെന്തെങ്കിലും തരത്തിലുള്ള യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ പൊതുവേ യാത്രയ്ക്കുള്ള അവസരം കാണിക്കുന്നുണ്ട്. അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ എവിടെയാണ് എങ്ങനെയാണെന്ന് അനുസരിച്ചിട്ട് ചിലപ്പോൾ വിദേശയാത്രയായിരിക്കാം, അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ അവിടെ തന്നെ പലതരത്തിലുള്ള യാത്രകൾ, കുറച്ച് ആ ഒരു രാജ്യത്ത് തന്നെ കുറച്ച് ദൂരസ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നതും ഒക്കെ ആവാം. പൊതുവെ യാത്ര ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതേപോലെ മൂൺ കാർഡൻ കിങ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇത് ഈ ഒരു സമയം എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് ലീഗലായിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊന്നൊരു ക്ലാരിറ്റി ഇല്ല, ഡോക്യുമെൻറ്റേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് പ്രോബ്ലംസ് കാരണം നിങ്ങളുടെ എന്തൊക്കെയോ സ്റ്റക്കായിട്ട്, ഇപ്പോൾ വീട് പണിയോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും സ്റ്റക്കായിട്ട് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രൊഫഷണൽ ആകാം, ഡോക്യുമെൻറ്റേഷനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ലീഗലായിട്ടുള്ള എന്തിൻ്റെയോ ഭാഗമായിട്ട്. അപ്പോൾ അതിനൊന്നൊരു വ്യക്തത ഉണ്ടാകാത്ത കാര്യങ്ങൾക്ക് ഇപ്പോൾ ഒരു കൃത്യതയും വ്യക്തതയും ഉണ്ടാകുന്നുണ്ട്. അതേപോലെ സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ പണം എവിടെയോ സ്റ്റക്കായിട്ടിരിക്കും, നിങ്ങൾക്ക് കിട്ടേണ്ടുന്നത് ചിലപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം നിങ്ങളിലേക്ക് വരേണ്ടുന്ന പ്രൊവിഡൻറ്റ് ഫണ്ട് അതുപോലുള്ള ഗ്രാജുവിറ്റി അതുപോലുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പെൻഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പെൻഷൻ്റെ കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തേണ്ടുന്ന പണമോ അതെത്താൻ നിയമത്തിൻ്റേതായിട്ടുള്ള ചില നൂലാമാലകളും കാര്യങ്ങളൊക്കെ നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു. അതിനൊക്കെ ഒരു തീരുമാനമാകുന്നുണ്ട്, ആ ഒരു പണം നിങ്ങളിലേക്ക് എത്തുന്നു ഫൈനലി എന്നുള്ളതാണ്. പെൻഷൻ സിറ്റുവേഷൻ ആണെങ്കിൽ ഇപ്പോൾ വിധവ പെൻഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നീക്കുപോക്ക് കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടുന്നുണ്ട്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ സാമ്പത്തികമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചില ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഷെയർ ട്രേഡിംഗ്, മാർക്കറ്റിംഗ് അതുപോലെയുള്ള എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ആവാം, മ്യൂച്വൽ ഫണ്ട്സ് പോലുള്ളതോ, പോസ്റ്റ് ഓഫീസ്, ഏത് തരത്തിലാണെങ്കിലും ഒരു കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകാം അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതായത് പണം സേവ് ചെയ്യുന്നൊരു തീരുമാനം എടുക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ വലിയൊരു അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ജോലിയുള്ള ഒരാൾ തന്നെ ആയിരിക്കണമെന്നില്ല. നിങ്ങൾ ഇപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ പോലും പാർട്ട് ടൈമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യുന്നു, അതിൽ നിന്ന് കിട്ടുന്ന കുറച്ച് പൈസ ആണെങ്കിൽ പോലും സേവ് ചെയ്യുന്ന ഒരു രീതി. അപ്പോൾ ഏത് ഒരു വിദ്യാർത്ഥികളാണെങ്കിലും ജോലി ചെയ്യുന്നവരെങ്കിലും ഒക്കെ ഒരു സേവിങ്സ്, വീട്ടമ്മമാരാണെങ്കിൽ പ്രത്യേകിച്ച് വലിയൊരു ജോലി ഇല്ലാത്തവരാണെങ്കിൽ പോലും
സേവ് ചെയ്യുന്ന ഒരു സ്വഭാവം ഈ ഒരു മാസത്തിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.